സത്യം പറഞ്ഞോണം. നീ രാമനാഥന്റെ ബംഗ്ലാവിൽ പോയിട്ടുണ്ടോ? ഒരു രാത്രി മുഴുവൻ നീ അയാളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ. ഒരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ശരിയാണല്ലേ? എന്തിനാണ് നീ അവിടെ പോയത്? ഞാൻ മനസ്സറിവോട് പോയതല്ല വസേട്ട. ട്രൂപ്പിലുണ്ടായിരുന്ന ഒരു ഉദയൻ ബാലയ്ക്കെന്നും പറഞ്ഞ് എന്നെ ചതിച്ചു കൊണ്ടുപോയത്. അല്ലാതെ മതി, ഇനി ഒന്നും നീ പറയണ്ട. ആദ്യം ബാലയ്ക്ക് പോയ കാര്യം മറച്ചു വെച്ചു, പിന്നെ മൊല്ലാക്കയുടെ കാര്യം, ഇപ്പൊ രാമനാഥന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി മുഴുവൻ. വാസേട്ടൻ എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ എന്റെ വിരൽ തുമ്പിൽ പോലും തൊട്ടിട്ടില്ല. നമ്മുടെ മോളാണ് സത്യം. നമ്മുടെ മോളോ? എന്റെ മോള് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? എല്ലാ വിശുദ്ധിയോടും കൂടിയാണ് ഞാൻ വാസുവേട്ടന്റെ ഭാര്യയായത്. നീ അത്രയ്ക്ക് പരിശുദ്ധിയായിരുന്നെങ്കിൽ വിവാഹരാത്രി ഇല്ലെങ്കിൽ ഈ സത്യം എന്നോട് തുറന്നു പറയായിരുന്നു. രാമനാഥനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞപ്പോഴൊക്കെ നീ അയാളെ അറിയാത്ത പോലെ എന്റെ മുമ്പിൽ അഭിനയിച്ചു. ബുദ്ധിപൂർവ്വം എല്ലാം മറച്ചു വെച്ചു. ഇല്ല വാസുവേട്ട, രാമനാഥനെ കുറിച്ച് വാസുവേട്ടൻ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോഴൊക്കെ ഒരു രാത്രി ഞാൻ അയാളുടെ ബംഗ്ലാവിൽ തങ്ങിയെന്ന് പറഞ്ഞ വാസുവേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയ. ഇനിയും എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കണ്ട. രാമനാഥൻ ആരാണെന്ന് എനിക്കറിയാം. താനായിരുന്നു? വാ വാ ഇരിക്കെ. പാതിരാത്രിക്കാരാ പതിവില്ലാത്തൊരു സന്ദർശകനെന്ന് ആലോചിക്കായിരുന്നു. താനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. പെൺകുട്ടികളെയും കൂട്ടി വന്ന ഏതെങ്കിലും പിമ്പായിരിക്കുമെന്ന് കരുതിയല്ലേ? വാസു, നീ എന്തായി പറയുന്നത്? നിങ്ങളൊരു ചതിയനാണ്, സ്വാർത്ഥനാണ്, നീചനാണ്. നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞ് കരിമ്പിൻ ചണ്ടി പോലെ ചവച്ചു തുപ്പിയ പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെച്ചു. വാസു, ഒരു പെണ്ണിന് വശീകരിച്ച് അവൾക്ക് വയറ്റിലുണ്ടായപ്പോ സമർത്ഥമായി കൈയൊഴിഞ്ഞ നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ കരുതിയില്ല. അതേടാ, വൃത്തികെട്ടവൻ. പക്ഷെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ രാമനാഥന് കഴിയും. ആരാണ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയണ്ട. പക്ഷെ സത്യം നീ മനസ്സിലാക്കണം. അച്ഛനില്ലാത്ത ഒരു സാധു പെൺകുട്ടിയെ ഒരു പിമ്പ് ഇവിടെ എത്തിച്ചു. സത്യം അറിഞ്ഞപ്പോ ഒരു കൂടപ്പറപ്പിനെ പോലെ കരുതി ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി. അവളെ സ്വന്തമാക്കാനല്ല ഞാൻ മോഹിച്ചത്, അനുരൂപനായ ഒരുവന് നൽകി കന്യാദാനത്തിന്റെ പുണ്യം നേടാൻ. ഒരു രാത്രി മുഴുവൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞ അവളെ പുണ്യവതിയാക്കി എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അതെ, ഒരു രാത്രി മുഴുവൻ അവൾ ഇവിടെ കഴിഞ്ഞു, ഈ വീട്ടിൽ. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു രാത്രി കഴിഞ്ഞു എന്ന് വെച്ച് സ്ത്രീയുടെ ചാരിത്രം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അച്ഛനും മകളും അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങാറില്ലേ? അതിനെന്തർത്ഥമാണ് നീ കാണുന്നത്? ഒരു രാത്രി കൊണ്ട് ഞാൻ അവളെ മനസ്സിലാക്കിയതിന്റെ 1000-ൽ 1 അംശം പോലും ഇത്രയും കാലം അവളോടൊപ്പം ജീവിച്ച നീ മനസ്സിലാക്കിയില്ലല്ലോ. നിനക്കറിയോ, മാനം കാക്കാൻ വേണ്ടി സ്വന്തം പ്രാണം പോലും കളയാൻ മടിയില്ലാത്തവളാണ് നിന്റെ ഭാര്യ. വാസു, ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ കാണാത്ത അഭിമാനിയായ ഒരു പെൺകുട്ടിയെ അന്ന് ഞാൻ ആദ്യമായി കണ്ടു. ഇതാ, അതിമനോഹരമായി. ഇത് വാങ്ങിയില്ല. നിന്നെ എനിക്കിഷ്ടമായി. നൃത്തം ചെയ്യുന്ന ഒരു കലാകാരി ഒരിക്കലും ചിലങ്കകൾ വലിച്ചെറിയാൻ പാടില്ല. എത്ര വലിയ നാട്യ ചക്രവർത്തിനിയായാലും ചിലങ്കകളില്ലെങ്കിൽ നൂപുരധ്വനികൾ ഉണ്ടാവില്ല, ചുവടുകൾക്ക് താളമേളങ്ങൾ ഉണ്ടാവില്ല. നിന്റെ നൃത്തം എനിക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവന് ഈ രാമനാഥൻ. നിനക്ക് എന്ത് വേണേലും ചോദിക്കാം. ഓശാരമായി എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. കടപ്പാട് എപ്പോഴും ഇങ്ങോട്ടേ ആകാവൂ. എന്താ പോരെ? പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെന്നുണ്ടോ? നൃത്തം കാണാനായി മാത്രം ഞാൻ അങ്ങനെ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കാറില്ല. പക്ഷെ നിന്നോട് കമ്പം കയറിയത് നിന്റെ നൃത്തം കണ്ടിട്ടാണെന്ന് മാത്രം. എന്ന് വെച്ച് നിന്റെ നൃത്തം കൊണ്ട് മാത്രം വേണ്ട. അങ്ങനെ എല്ലാം വിലക്ക് വാങ്ങുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കണ്ട. മാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആടിയത്. പ്രാണൻ വെടിഞ്ഞാലും മാനം കളയരുതെന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ വിശുദ്ധി നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ലെന്ന് വരാം. പക്ഷേ ഇവിടുന്ന് പുറത്തു കിടക്കുന്ന ആ നിമിഷം പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. ഇതെല്ലാം പണ്ടത്തെ പെണ്ണുങ്ങളുടെ ജൽപ്പനങ്ങളാണ്. അതെ, ഞാൻ വളരെ പണ്ടേ ജനിക്കേണ്ടവളായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നേരത്തെ മരിക്കാനും എനിക്ക് ഭയമില്ല. എന്നെ നിനക്ക് ബോധിച്ചില്ലെങ്കിൽ വേണ്ട. ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെയും രാമനാഥൻ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താറില്ല. രാമനാഥന്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു പെണ്ണും
എന്റെ സമ്മതത്തോടെ അല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുമില്ല. പക്ഷെ എന്റെ വായ്മുനയ്ക്ക് മുന്നിൽ പ്രതികരിച്ച ആദ്യത്തെ പെണ്ണാണ് നീ. എനിക്കിപ്പോ നിന്നോട് ബഹുമാനം തോന്നുന്നു. പറയൂ, എവിടെയാണ് നിന്റെ വീട്? കുടമാളൂര്. കുടമാളൂര്? കുടമാളൂര് പ്രശസ്തനായ ഒരു കഥകളി ആചാര്യൻ ഉണ്ടായിരുന്നല്ലോ, മേലടത്ത് മാധവൻ നായർ. അദ്ദേഹത്തിന്റെ മകളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ? ഉദയ, ഇനി ഒരിക്കലും നിന്നെ ഇവിടെ കണ്ടുപോകരുത്. പൊയ്ക്കോ. പേടിക്കണ്ട. ഇനി എന്താ കുട്ടിക്ക് ഞാൻ ചെയ്യേണ്ടത്? എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിച്ചാൽ മാത്രം മതി. തനിച്ചു പോയാൽ ഉദയനെ തിരിച്ചു വിളിച്ച് കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയണം. വേണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിയ അവൻ എന്നെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. ഇവിടുന്ന് കിട്ടിയ ദയ വേറെങ്ങും കിട്ടിയെന്ന് വരില്ല. കുട്ടിക്ക് ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ തന്നെ പോണം. വിരോധമില്ല. പക്ഷെ ബാലേക്കെന്ന് പറഞ്ഞു പോന്നിട്ട് എന്റെ കാറിൽ പാതിരാത്രിക്ക് മടങ്ങി ചെല്ലുമ്പോ വീട്ടിലുള്ളവർ എന്താ വേണ്ടത് കുട്ടിക്ക് തീരുമാനിക്കാം. ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുറിയിൽ ഭദ്രമായി കുട്ടിക്ക് കഴിയാം. കഥ കടച്ച് സുരക്ഷിതമായി കടന്നുറങ്ങാം. കുട്ടിക്ക് എന്നെ വിശ്വസിക്കാം. ആദ്യമായിട്ടൊരു പെണ്ണിനോട് ബഹുമാനം തോന്നിയെങ്കിൽ അത് ഉണ്ണിമായോടാണ്. എന്റെ ഈ മാറ്റത്തിനും മാനസാന്തരത്തിനും ഒക്കെ കാരണം സത്യത്തിൽ അവളാ. അതുകൊണ്ടാണ് നീയും അവളും തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ മുൻകൈയെടുത്തത്. നീ അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കുമെന്ന പ്രതീക്ഷയിൽ. അതിനുവേണ്ടിയാണ് ഞാൻ കിട്ടുണ്ണിയെ പറഞ്ഞയച്ചതും അവൾ പോലും അറിയാതെ അവളുടെ കല്യാണത്തിനുള്ള ആഭരണങ്ങൾ കിട്ടുണ്ണിയുടേതാണെന്ന് പറഞ്ഞ് അവൾക്ക് നൽകിയത്. ഞാനാണെന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവൾ സ്വീകരിച്ചില്ലെങ്കിലോ? ഒക്കെ നല്ലതിനു വേണ്ടിയായിരുന്നു വാസു. മേലടത്ത് മാധവൻ നായരുടെ മകളെ നിനക്ക് കിട്ടിയത് നിന്റെ മുജ്ജന്മ സുഹൃതമാണെന്ന് കൂട്ടിക്കോളൂ. ഞാൻ സാരമില്ല, ചെല്ല. നിനക്ക് അവളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തെത്തണം. വരട്ടെ. അളിയ, രാമനാഥൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ കൊണ്ടുപോകുന്നത്. അളിയന്റെ ഭാര്യയെ രാമനാഥന്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയ ഉദയനാണിത്. ഓഹോ, നീയാണ് എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞു നടക്കുന്നത് അല്ലേടാ പട്ടി. പൊയ്ക്കോ, ജീവനും കൊണ്ട് പൊയ്ക്കോ. ഇനി എന്റെ ഉണ്ണിമായെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് കുഴിച്ചുകൂടും ഞാൻ. എന്താടാ നീയൊക്കെ വിചാരിച്ചത്? അവൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നോ? ഞാനുണ്ടടാ. ഈ വാസുദേവൻ ആരാണെന്ന് നിനക്കൊന്നും ശരിക്കറിഞ്ഞൂടാ. സൂക്ഷിച്ചോ.
അവളെ പറ്റി ഒരു അക്ഷരം പറഞ്ഞാൽ അരിഞ്ഞുകളയും ഞാൻ. ബോധം തെളിഞ്ഞിട്ടില്ല, എങ്കിലും പേടിക്കാനൊന്നുമില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ആരാ ഉണ്ണിമായ? ഞാനാ. പേഷ്യന്റിന്റെ ബോധം തെളിഞ്ഞു, നിങ്ങളെ കാണണമെന്ന്. എന്റെ മോളെ തരൂ. അച്ഛന്റെ ചക്കര മോള് കരയണ്ട കേട്ടോ. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലേ? സാരല്ലേ വാസോട്ട, എനിക്ക് എന്റെ വാസോട്ടിനെ തിരിച്ചു കിട്ടിയില്ലേ, അത് മതി. ഇത് സുഖമുള്ളൊരു ഏർപ്പാടാ. ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടാവുക, ആഹാരം എടുത്തു തരിക, മറ്റ് ശുശ്രൂഷകൾ ചെയ്യുക. കൊള്ളാം. ഇത്തിലൂടെ വലിയൊരു കൊക്കയിൽ വീഴേണ്ടതായിരുന്നു. ഒന്ന് മിണ്ടാതിരിക്കണുണ്ടോ? എങ്ങനെയുണ്ട്? ഭേദമുണ്ട്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, പിന്നെ നിന്റെ ഉണ്ണിയുടെ പ്രാർത്ഥനയും. ഞാനൊരു യാത്ര പുറപ്പെടുക, ഒരു തീർത്ഥയാത്ര. പുറപ്പെടുന്നതിന് മുമ്പ് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഒന്നും ബാക്കി വെക്കാതെ എനിക്കിവിടം വിടണം. ദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് മനസമാധാനത്തോടെ ഏതെങ്കിലും പുണ്യ സങ്കേതത്തിൽ ചെന്നൊടുങ്ങണം. രാമേട്ടൻ എന്തായി പറയുന്നത്? എല്ലാവരെയും വിട്ടിട്ട് ഇവിടുന്ന് പോവുകയാണെന്നോ? ഇതെന്റെ മോക്ഷയാത്രയാണ്. സത്യത്തിൽ ആത്മീയത വല്ലാത്തൊരനുഭൂതിയാണ്. ബ്രഹ്മത്തെ തൊട്ടറിയുന്നത് പോലെ. യാത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ഇനി നിങ്ങളുടെ കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളിൽ പോലും ഈ രാമേട്ടൻ കടന്നു വരരുത്. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. ഇത് നിങ്ങൾക്കുള്ളതാണ്. കണ്ണോത്ത് മാളികയും എൻ്റെ സകല സ്വത്തുക്കളും നിങ്ങളുടെ പേരിൽ എഴുതിയതിൻ്റെ ആധാരമാണിത്. ഇത് വാങ്ങണം. നിങ്ങൾ അവിടെ ചെന്ന് താമസിക്കണം. എൻ്റെ അപേക്ഷയാണ്. നിങ്ങളുടെ പൊട്ടിച്ചിരികൾ കൊണ്ട്, പിണക്കങ്ങൾ കൊണ്ട്, കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിലുകൾ കൊണ്ടൊക്കെ കണ്ണോത്ത് മാളിക നിറയണം. ഇത് മോൾക്കുള്ളതാണ്. എനിക്ക് പൂർത്തീകരിക്കാനാവാത്ത എൻ്റെ സംഗീതവും നൃത്തവും ഒക്കെ ഇവളിൽ പുനർജനിക്കണം. ഈ ദേശാടനം എൻ്റെ അവസാനത്തേതാണ്. ഇനിയൊരു മടങ്ങി വരവുണ്ടാവില്ല. അതുകൊണ്ട് പോയി വരട്ടെ എന്ന് പറയുന്നില്ല. ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ.